തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രോഡക്റ്റ് എന്ന കമ്പനിയുടെ ക്വാറിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ മന്ത്രി എം.ബി. രാജേഷിന്റെ ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് തിരുമിറ്റക്കോട് 17-ാം വാർഡ് ബി.ജെ.പി. കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പകൽ 3 മണിക്ക് പടിഞ്ഞാക്കരപ്പടി ശിവശങ്കരന്റെ ഓടിട്ട വീടിന് സമീപം വലിയൊരു പാറക്കല്ല് വന്ന് പതിച്ചതോടെ ക്വാറിയുടെ ചുറ്റും താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. 2000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. മക്കളും പേരമക്കളും ഉൾപ്പെടെ 11 പേർ താമസിക്കുന്ന വീടിന് തൊട്ടടുത്താണ് ഉഗ്രസ്ഫോടനത്തിൽ കല്ല് വന്ന് പതിച്ചത്. ഭാഗ്യത്തിനാണ് എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പടിഞ്ഞാക്കരപ്പടി ശിവശങ്കരനും ഭാര്യ വേഷുവും പറഞ്ഞു. 2:30 മുതൽ 2:45-3 മണിക്കുള്ളിലാണ് അത് വലിയൊരു കല്ല് വന്നിട്ടാണ് വീണത്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടത്. തലവേദനയ്ക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് സംബന്ധിച്ച് അന്ന് തന്നെ പഞ്ചായത്ത്, വില്ലേജ്, ജില്ലാ കളക്ടർ, മൈനിങ് ആൻഡ് ജിയോളജി, SC/ST കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നതായും ഇതുവരെ ഒരു അന്വേഷണവും ഉണ്ടായില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വർഷങ്ങളായി ക്വാറി പ്രവർത്തിക്കുന്നത്. ക്വാറിക്കെതിരെ പരാതി നൽകുന്നവരെ നിശബ്ദരാക്കുന്ന തരത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം. ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉടൻ തന്നെ ഇടപെടണം. മന്ത്രി ഇടപെടുന്നില്ലെങ്കിൽ കൂറ്റനാട് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് VG പ്രശാന്ത്, NV അരുൺ, PP ശിവശങ്കരൻ, AP വേഷു എന്നിവർ അറിയിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ വേളയിൽ പോലും ഇത്രയും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MLA മാത്രമല്ല, മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇത്രയും ജനകീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ബുദ്ധിമുട്ടിലായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് മന്ത്രി പറയുന്നില്ല. ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഈ ഒരു വീടിനെ ഇവരെ സന്ദർശിക്കാൻ പോലും ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പൊ അതിൽ വലിയൊരു പ്രതിഷേധമാണ്. ഇലക്ഷന് മറ്റു ഭാഗമായിട്ട് ഇപ്പോൾ റോഡുകളുടെ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഉദ്ഘാടനം കഴിഞ്ഞ റോഡ് പോലും ഇതേ ടോറസ് റോഡുകൾ കയറിയിട്ട് അതിന്റെ പല മുക്കിലും മൂലയിലും പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കോറിക്കാരെ കൊണ്ട് ഒരു ഭാഗം മൊത്തം ആ സ്കൂളിന്റെ പരിസരത്തുള്ള ആ റോഡിന്റെ ആ ഒരു പോർഷൻ മൊത്തം അവരെ കൊണ്ടാണ് ടാർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോ മന്ത്രിയാണെങ്കിലും അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടി ഇതിൽ പ്രകടമാവുന്നുണ്ട് ഈ വിഷയത്തിൽ.